ജയിച്ചാലോ നിനക്ക് രാജ്യം കിട്ടും, അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇതുകൊണ്ടല്ല. പ്രശ്നം എന്താണ്? പരിശുദ്ധ ഖുർആൻ ചൂഷണങ്ങൾക്കെതിരെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കണം. പരിശുദ്ധ ഖുർആന്റെ യഥാർത്ഥത്തിലുള്ള ജിഹാദ്, ആ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കണം. ആ ജിഹാദാണ് യഥാർത്ഥത്തിലുള്ള ഖുർആന്റെ ജിഹാദാണ് എല്ലാവരും ഭയപ്പെടുന്നത്. തങ്ങളുടെ ചൂഷണങ്ങളുടെ അടിവേരിറക്കുന്ന ജിഹാദ്, അതാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷനിൽ ഭയപ്പെടുന്നത്. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ തോന്നിവാസത്തിന്റെ സംസ്കാരമാണ് എന്ന് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും കുടിക്കാനുള്ള ലഹരി അടിച്ച് ലഹരിയുമായി ആർത്തട്ടഹസിച്ച് ആർത്ത് രമിക്കുവാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട മനുഷ്യന്റെ മസ്തിഷ്കത്തെ പോലും മയക്കിക്കിടത്തി അവരെ ചൂഷണം ചെയ്യുവാൻ ആളുകൾക്ക് ചൂഷകന്മാർക്ക് കഴിവ് നൽകുന്ന അവകാശം നൽകുന്നതല്ലേ. അതേപോലെ തന്നെ അമ്മയെയും മകളെയും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ഇറച്ചി കച്ചവടത്തിന്റെ സംസ്കാരത്തിലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക എങ്കിൽ ആ സംസ്കാരത്തോട് ഇസ്ലാം എതിര് നിൽക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ആ സംസ്കാരത്തോട് ഇസ്ലാം എതിര് നിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രശ്നവും, മറ്റൊന്നുമല്ല പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ടെററിസം എന്ന സിദ്ധാന്തം ഉണ്ടാക്കിയത്. ഇസ്ലാം ഭീകരതയെ ഒരവസരത്തിലും അനുവദിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ജിഹാദ് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 വർഷ കാലഘട്ടത്തിലെ മക്ക ജീവിതം, പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ ജീവിതം. അവിടെ നിന്ന് ആർക്കെതിരെയും ആയുധമെടുക്കുവാൻ റസൂലുള്ളാഹി ആഹ്വാനം ചെയ്തിട്ടില്ല. പ്രബോധനവുമായി ആളുകളെ സത്യമതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റസൂലുള്ളാഹി ജീവിച്ചു. എത്രത്തോളം പീഡനം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ സഹാബിമാർ വന്ന് അദ്ദേഹത്തോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇസ്ബിർ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ പ്രതിഫലം സ്വർഗമാണ് എന്ന്. ക്ഷമയുടെ ജിഹാദ്. പിന്നെയോ മക്കയിലെ ഷൈബ അബീ താലിബിൽ നിങ്ങൾക്കറിയില്ല, ഉപരോധത്തിന്റെ 3 വർഷക്കാലം വെറും പച്ചിലകൾ തിന്ന് ജീവിച്ച കാലഘട്ടം. പച്ചിലകൾ എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒരവസ്ഥയിൽ പച്ചില എന്ന് പറഞ്ഞാലും കുറച്ചെല്ലാം തിന്നു നോക്കാൻ നമുക്ക് തോന്നിയേക്കും. പക്ഷെ റസൂലുള്ളാഹിക്ക് തിന്നാണ്ടായിരുന്ന പച്ചില എന്താണ് നിങ്ങൾക്കറിയാലോ? കള്ളിമുള്ളിന്റെ ഇലയായിരുന്നു. റസൂലുള്ളാഹിയും സഹാബിമാരും 3 വർഷത്തോളം അത് തിന്ന് ജീവിച്ചിട്ട് ചരിത്രകാരന്മാർ പറയുക അവരുടെ വിസർജ്യങ്ങൾ ആട് വിസർജിക്കുന്ന രൂപത്തിലായി മാറിയെന്നാണ്. എത്രത്തോളമുള്ള പീഡനം! അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു രക്ഷയുടെ പാത, മദീനയിലേക്കുള്ള പലായനം. ഇവർക്കെന്തിനാ? ആരോടെങ്കിലുമുള്ള വിരോധം തീർക്കാനല്ല, എന്തെങ്കിലും സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടിയുള്ള വിദേശത്തേക്കുള്ള യാത്രയല്ല, വിവാഹം ചെയ്യുവാൻ വേണ്ടിയുള്ള യാത്രയല്ല, മറ്റെന്തെങ്കിലും ഭൗതികമായ ആഡംബരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയല്ല. ഈ ആദർശം അനുസരിച്ചൊന്ന് ജീവിക്കണം. ഈ ആദർശം പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. അതിനുവേണ്ടിയുള്ള യാത്ര. എങ്ങനെയാണ് യാത്ര? ജനിച്ചു വളർന്ന നാട് വിട്ടുള്ള യാത്ര, കളിച്ചു വളർന്ന വീട് വിട്ടുള്ള യാത്ര, കൂട്ടുകുടുംബാദികളെ വിട്ടുള്ള യാത്ര, സമ്പാദ്യം വെച്ച് സകല സമ്പാദ്യങ്ങളും ഒഴിവാക്കി വെച്ചുകൊണ്ടുള്ള യാത്ര, മക്കളെ വിട്ടുകൊണ്ടുള്ള യാത്ര, സ്വന്തം ഇണകളെ വിട്ടുകൊണ്ടുള്ള യാത്ര. എന്തിനു വേണ്ടി? ഈ ആദർശം അനുസരിച്ചൊന്ന് ജീവിക്കണം. ഈ ആദർശം പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം വേണം. അതിനുവേണ്ടി മദീനയിലെത്തിയ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടായി. അവിടെ ആ രാഷ്ട്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാവാണ്. അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലയുള്ളത്, ജൂതന്മാരടക്കമുള്ള ഒരുപാട് അമുസ്ലിം പൗരന്മാരുണ്ട് അവിടെ. അവരുടെ മുഴുവനും ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ചുമതല ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലുണ്ട്. ആ രാജ്യത്തെ നശിപ്പിക്കാൻ ഇസ്ലാമിക സമൂഹം വളരുന്നു എന്നറിഞ്ഞപ്പോൾ ആ രാഷ്ട്ര സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ആയുധമെടുത്ത് അടരാടുവാൻ സന്നദ്ധമായി മക്കയിൽ സൈന്യം സജ്ജമായപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ വചനം ഇറങ്ങുന്നത്, ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമു എന്ന്. പ്രവാചകരെ, അവർക്കിതാ ആയുധമെടുത്ത് അടരാടുവാനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട്. ഇസ്ലാമിലെ യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് ആദ്യത്തെ സൂറത്തുൽ ഹജ്ജിലെ 22-ാമത്തെ അധ്യായത്തിലെ 30 മുതൽക്കുള്ള വചനങ്ങളെ നമ്മൾ കാണുന്നത്. അങ്ങനെ അവിടുന്ന് യുദ്ധങ്ങളാണ്. ബദറും ഉഹുദും ഖന്തഖും ഹുനൈനുമാകുന്ന യുദ്ധങ്ങളിൽ ചിലതിൽ
ഇസ്ലാമിന്റെ ചൈത്രയാത്രയുണ്ടായി, വിജയമുണ്ടായി. മറ്റു ചിലതിൽ മുസ്ലിം സമൂഹത്തിന് ചെറിയ പരാജയങ്ങളുണ്ടായി. യുദ്ധങ്ങൾ എന്തിനായിരുന്നു? ആരോടെങ്കിലുമുള്ള അമർച്ചം തീർക്കുവാനാണോ? ഭൗതികമായ വല്ല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ, പടയോട്ടങ്ങൾ അതിനു വേണ്ടിയാണോ? ഇസ്ലാമിലെ യുദ്ധത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആളുകളോട് ഇസ്ലാം ആകെ യുദ്ധം ചെയ്തിട്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടത് എന്ന് കണക്കെടുക്കുവാനാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ആരാണ് പറയുന്നവർ? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ചുട്ടുകൊന്നയാളുകൾ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ കോടിക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞവർ, ഹിരോഷിമ നാഗസാക്കികളിൽ ജീവിച്ച് രാവിലെ പ്രഭാതത്തിൽ റോട്ടിലൂടെ ഇറങ്ങി നടന്നിരുന്ന ആളുകൾ അവിടെ നിന്നുകൊണ്ട് തന്നെ വെണ്ണീറാകുന്ന രൂപത്തിലുള്ള ആറ്റോമിക് എക്സ്പ്ലോഷൻ നടത്തിയ ആളുകൾ, വിയറ്റ്നാമിൽ 10,000-കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ആളുകൾ, റഷ്യയിൽ കോടിക്കണക്കിന് ആളുകളെ റഷ്യൻ വിപ്ലവത്തോടനുബന്ധിച്ചും അതിനുശേഷവും പട്ടിണിക്കിട്ടുമെല്ലാം കൊന്ന ആളുകൾ, അവരെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാം യുദ്ധത്തിന്റെ മതം. ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ച യുദ്ധങ്ങളിൽ എല്ലാറ്റിലും കൂടി മരണപ്പെട്ടത് 1018 പേരാണ്. അതെ, 1018 പേർ. 259 മുസ്ലിങ്ങളും 759 അമുസ്ലിങ്ങളും, മുസ്ലിങ്ങളല്ലാത്തവരും. ഈ 1018 പേരുടെ മരണം കൊണ്ട് ലോകത്ത് സൃഷ്ടിച്ച വിപ്ലവം ഇന്നും അനുസ്യൂതം തുടരുകയാണ്. 10,000-കണക്കിന് മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട്, 10,000-കണക്കിന് മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്നും അന്നത്തെ ആ വിപ്ലവത്തിന്റെ അനുരണനം ഇന്നും തുടരുകയാണ്. അവസാന നാൾ വരെ അത് തുടരുക തന്നെ ചെയ്യും. അതേസമയം 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നുകൊണ്ട് സൃഷ്ടിച്ച വിപ്ലവത്തിന്റെയോ എന്ത് നേടി മനുഷ്യരാശിച്ചുകൊണ്ട്? എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ചരിത്രകാരന്മാരാണ്. ഇല്ല, ഒന്നും നേടിയിട്ടില്ല. ഇസ്ലാം പക്ഷേ ഇസ്ലാമിന് ഇങ്ങനെയുള്ള ഇസ്ലാമിനെയാണ് യുദ്ധത്തിന്റെ ആദർശമായി പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്